സഹൃദരായ കലാസ്നേഹികളെ, നിങ്ങൾക്കേവർക്കും എന്റെ വിനീതമായ കൂപ്പുകൈ. ഒത്തിരി മഹാത്മാരുടെ ജന്മങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചതാണ് നമ്മുടെ ആർഷഭാരതഭൂമി. അതിൽ ചിലരായ ഗോപാലകൃഷ്ണ ഗോഖലെ, ഭഗത് സിംഗ് തുടങ്ങിയവർ. എന്നാൽ ഇവരിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ഇരുനിരകളോളം പഴക്കമുള്ള അഹിംസ എന്ന വാക്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ഒരു മഹത് വ്യക്തിയാണ് മഹാത്മാഗാന്ധി. അതെ, അദ്ദേഹത്തെ കുറിച്ചുള്ള എന്റെ കഥയുടെ പേരാണ് അർത്ഥനഗ്നനായ ഫക്കീർ. കോടി ജനങ്ങൾ ആരാധിക്കുന്ന ആ പുണ്യാത്മാവിന്റെ പാവന സ്മരണയ്ക്ക് മുൻപിൽ ഞാൻ ഈ കഥ സമർപ്പിക്കട്ടെ. ഹിന്ദുവിന്റെയോ ഇസ്ലാമിന്റെയോ ധീര കഥയോ അല്ല, ഇക്കഥ പറയാം നമ്മുടെ നാട്ടിൽ പണ്ടു നടന്നൊരു കഥയാ. ഇക്കഥ പറയാം നമ്മുടെ നാട്ടിൽ പണ്ടു നടന്നൊരു കഥയാ. ഇന്ന് 1947 ഓഗസ്റ്റ് 15 കൽക്കട്ടയിലെ ഗിരിഹട്ട് എന്നൊരു തെരുവോരം. ആ തെരുവുകളിലെ ഓരോ വീടുകളിൽ നിന്നും നിലവിളി ഉയരുകയാണ്. ആ തെരുവുകളിൽ രക്തത്തിന്റെ ഗന്ധവും മാംസകഷ്ണവും വെറുപ്പും വിദ്വേഷവും മാത്രം. അതാ അങ്ങോട്ട് നോക്കൂ, എല്ലും തോലും ആ ഒരു ശരീരം ആ വഴിയിലൂടെ നടന്നെടുക്കുന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് വിഷാദം തളം കെട്ടി നിൽക്കുകയാണ്. ആരാണ് അദ്ദേഹം? അതെ, മഹാത്മാഗാന്ധി തന്നെയാണത്. അധികാരച്ചേറിലിരുന്ന് അണികളെ അമ്മാനമാടും ലാഭേച്ഛികരാം നേതാക്കന്മാരെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഈ ഫക്കീറിനെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഈ ഫക്കീറിനെ. എന്താണ് ചുറ്റും സംഭവിക്കുന്ന അറിയാതെ ആ പാവ മനുഷ്യൻ ഒരു ഭ്രാന്തിനെ പോലെ അലയുകയാണ്. പെട്ടെന്നാണ് ശബ്ദം കേട്ടത്. നിൽക്കവിടെ. ബാബു മെല്ലെ തിരിഞ്ഞു നോക്കി. നെറ്റിയിൽ ഒരു കുറിയും തൊട്ട് മുഖശ്രീലാളിതനായ ചെറുപ്പക്കാരൻ. അയാളുടെ മുഖത്ത് രക്തത്തുള്ളികൾ തെറിച്ചിട്ടുണ്ട്. കയ്യിലൊരു ഈർച്ച വാളുമായി ആരെയോ വെട്ടുവാൻ വേണ്ടി നിൽക്കുകയാണ്. നെറ്റിയിൽ കുങ്കുമക്കുറി, കയ്യിലൊരു ഈർച്ച വാളുമായി, മുഷ്ടി കാട്ടി പല്ലു കടിച്ചാർത്തി കാട്ടി നിൽപ്പൂ ആരെയോ വെട്ടിയിടുവാൻ. മുഷ്ടി കാട്ടി പല്ലു കടിച്ചാർത്തി കാട്ടി നിൽപ്പൂ ആരെയോ വെട്ടിയിടുവാൻ. തന്റെ മുൻപിൽ നിസ്സഹായനായി നിൽക്കുന്ന ഗാന്ധിയെ നോക്കി അയാൾ പറഞ്ഞു, നിങ്ങൾ ഹിന്ദുക്കളുടെ ശത്രുവാണ്. നിങ്ങൾ ഒരു മുസ്ലിം തീവ്രവാദിയാണ്. നിങ്ങളെ ഞാൻ വെറുതെ വിടുകയില്ല. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തന്റെ സ്വന്തം കണ്ണുകളെ പോലെ സ്നേഹിക്കുന്ന ഗാന്ധിയുടെ ഉള്ളം നീറി. അദ്ദേഹം പറഞ്ഞു, ഞാൻ എങ്ങനെ ഹിന്ദുക്കളുടെ ശത്രുവാകും? ഞാനും ഒരു ഹിന്ദുവല്ലേ? എന്റെ ഇളയ മകൻ ദേവദാസിന് പോലും നിങ്ങളെക്കാൾ പ്രായമുണ്ട്. ഞാൻ ഉച്ച കഴിഞ്ഞാൽ സൂര്യരശ്മികളാണ്. എനിക്ക് ഇനി ഒന്നും ചെയ്യാനാകില്ല. പക്ഷേ നിങ്ങൾ ഉദിച്ചു വരുന്ന പ്രഭാത കിരണങ്ങളാണ്. അത് ജീവദായകമാണ്, അമൃതരശ്മികളാണ്. ഇത് കേട്ട യുവാക്കൾ ശാന്തരായി. അവർ ഒന്നായി പറഞ്ഞു, യൗവന ചാബല്യം നമ്മെ അന്ധരാക്കി ബാപ്പു, ഞങ്ങളോട് ക്ഷമിക്കൂ. ബാപ്പു നൽകിയിടൂ, ബാപ്പു ഞങ്ങൾക്ക് തെറ്റുകൾ ക്ഷമിക്കും, കുറ്റങ്ങൾ പൊറുക്കും. സുഹൃത്തുക്കളെ, കൊല്ലം 1 കഴിഞ്ഞു. ഇന്ന് 1948 ജനുവരി 30. ഗാന്ധിജിയുടെ ആശ്രമത്തിൽ പതിവ് പോലെ എല്ലാവരും തഴിച്ചുകൂടി. എല്ലാവരുടെയും ഉള്ളിൽ പ്രാർത്ഥന മാത്രം. സീതാപതിയാകും രഘുവംശജ, മമ ജീവിതം തവ സന്നിധിയിൽ കാത്തുകൊണ്ടാശീർവദിച്ചിടണേ. സീതാപതിയാകും രഘുവംശജ. പെട്ടെന്ന് ആരോ ഗാന്ധിജിയുടെ 2 മുന്നിലെത്തി. നരച്ച കുറ്റിത്താടി, നീട്ടി വളർത്തിയ തലമുടി, കണ്ടാൽ തന്നെ സാമൂഹ്യ ബോധമില്ലാത്തൊരു മതഭ്രാന്തനാണെന്നറിയാം. അയാൾ ഗാന്ധിജിക്ക് നേരെ തോക്കു നീട്ടി. 1, 2, 3. ഒന്നാമത്തെ വെടി ഗാന്ധിജിയുടെ കണ്ണട നിറയെ വീണു. രണ്ടാമത്തെ വെടി ഗാന്ധിജിയുടെ വെള്ള വസ്ത്രത്തിൽ രക്തം ചീന്തി. മൂന്നാമത്തെ വെടി ഗാന്ധിജിയുടെ ശരീരം നിലംപതിച്ചു. അദ്ദേഹം വിളിച്ചു, ഹേ രാം. അല്പസമയത്തിന് ശേഷം ആ പുണ്യാത്മാവ് ഈ ലോകവാസം വിടുന്നു.
സുഹൃത്തുക്കളെ, പെറ്റമ്മയെ പോലെ ഭാരതത്തെ സ്നേഹിക്കുന്നുവെന്ന് പറയുകയും അവിടുത്തെ നിവാസികളായ മുസ്ലിങ്ങളെ കൊന്നൊടുക്കുകയും ചെയ്യുന്നവർ ഒന്ന് ആലോചിക്കൂ. നിങ്ങളും ഹിറ്റ്ലറും തമ്മിൽ എന്താണ് വ്യത്യാസം? നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്ന അർദ്ധനഗ്നനായ ഫക്കീറിനെ പോലെ ഭാരതത്തെ സ്നേഹിക്കാമെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് എന്റെ കഥാപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.